സ്വപ്നം കാണാത്തതാണ് വീടും ആ വസ്തുവും. ദൈവാനുഗ്രഹമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് വെറും വാക്കല്ല. മറ്റുള്ളവർ പറയുന്ന കണക്കല്ല, ആരെയും പുകഴ്ത്തുന്നതുമല്ല. ഒരു നവകേരള സദസ് എന്നും പറഞ്ഞ് ആര്യനാട് വെച്ച് സാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ വീണ്ടും മോളെ വിട്ട് പരാതി കൊടുത്തു. അപ്പോഴും പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് അത് കിട്ടൂല, അപ്പോഴും എന്നെ വലിച്ചീറി കളയുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഒരാഴ്ചയായപ്പോൾ അതിന് മറുപടി വന്ന് പിന്നെ പഞ്ചായത്തിൽ നിന്ന് വിഒ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് അത് ശരിയായിട്ടുണ്ട്, നിങ്ങളെ പരാതി കൊടുത്ത് അത് നിങ്ങൾക്ക് അർഹതയുണ്ടെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മളെ പഞ്ചായത്ത് വിളിച്ച് ഞങ്ങൾക്ക് വീട് തന്നു. എനിക്ക് ഒത്തിരി വർഷങ്ങളായി വീടെന്നുള്ള സ്വപ്നമായിരുന്നു. 27 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് 2 പെൺകുട്ടികളുണ്ട്. വീട് കിട്ടിയില്ല. ഒത്തിരി വർഷം കൊണ്ട് വീടിന് അപേക്ഷ വെച്ചിരുന്നു. അങ്ങനെ 2023 എനിക്ക് വീട് സാക്ഷനായി. ഞാൻ 24-25 തൊട്ട് പൂർത്തിയാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിൽ താമസമായി. ഒത്തിരി സന്തോഷമുണ്ട്. ഈ പിണറായി സർക്കാരിൻ്റെ ഇത് വന്നതോടുകൂടി ഞങ്ങൾക്കൊരു വീടായി. അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്തിലെ വിഒ നല്ലവണ്ണം നമുക്ക് വേണ്ടി പരിശ്രമിച്ച് ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ പണി പൂർത്തിയാക്കുമ്പോഴത്തേക്കും ഫോട്ടോ എടുത്ത് കൊടുത്ത് സാറ് നല്ലവണ്ണം അതിനുള്ള ക്യാഷ് തയ്യാറാക്കി തന്നു. അങ്ങനെ അതിനോടൊപ്പം ഞങ്ങളും നല്ലവണ്ണം പ്രവർത്തിച്ച് വീട് പൂർത്തിയായി താമസമായി. സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. 2024 ഞാൻ അപേക്ഷിച്ചത് വീടിന് വേണ്ടി. അപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞ ശേഷം ലിസ്റ്റിൽ പേര് വന്നായിരുന്നു എൻ്റെ. അപ്പം ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏകദേശം പണിയുമായി, ഇനി കുറച്ചും കൂടെ ഉണ്ട്. അടുത്ത മാസത്തിൽ താമസത്തിന് കയറണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷമുണ്ട് ഒരു വീട് കിട്ടിയതിൽ. എൻ്റെ മകളൊരു ബുദ്ധിമാനിയുള്ള കൊച്ചാണ്. അപ്പോൾ അവളുടെ പേരിൽ എനിക്കൊരു വീട് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. എനിക്കൊരു അപകടം പറ്റിയതാണ് ടെറസിന് മുകളിൽ നിന്ന് വീണിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ കുട്ടികളൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള എൻ്റെ ഭയങ്കര ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് പഞ്ചായത്തിൽ ഇതിൻ്റെ അപേക്ഷ സമർപ്പിച്ച്. അപ്പോൾ അതവർ പരിഗണിച്ച് അങ്ങനെ അവർ ഫണ്ട് പാസ്സാക്കി തന്ന്. പിന്നെ സ്ഥലം എൻ്റെ നാട്ടിലുള്ള ഒരാൾ സൗജന്യമായിട്ട് തന്നെയാണ്, ഒരു 4.25 സെൻറ്റ് സ്ഥലം. അപ്പോൾ അങ്ങനെയാണ് അവിടെ വീട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ താമസം തുടങ്ങിയിട്ടില്ല, കുറച്ചും കൂടി വർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ താമസിക്കാനുള്ള പരിപാടിയിലാണ് ഉള്ളത്. സർക്കാരിന് വളരെ കാരണം ഒരുപാട് ആളുകളുണ്ട് പിന്നെ സ്വന്തമായിട്ട് വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ 5 ലക്ഷത്തോളം പിന്നെ വീടുകൾ വെക്കാനുള്ള സൗകര്യം സർക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് സന്തോഷമുണ്ട്, വളരെ സന്തോഷമാണ്. ഈ സർക്കാർ വന്നതിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി സർക്കാർ തന്നെ വരണമെന്നുള്ള താല്പര്യമുണ്ട്. സർക്കാർ തന്നെ കയറണം. വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സർക്കാർ തന്നെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഏറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് നേരിട്ട് നിന്ന് സംസാരിക്കാനും പറയാനും അവരോടൊത്ത് ഒന്നു പോവാനും എല്ലാത്തിനും പറ്റത്തുള്ളൂ. എനിക്ക് വളരെ സന്തോഷമാണ്. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഞാൻ പലപ്പോഴും എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 മക്കളാണ്, 2 മോളാണ്. ഒരാൾ നീറ്റ് പഠിക്കണം, ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കണം. ഹസ്ബൻഡ് മേശിരിപ്പണിയായിരുന്നു. ഇപ്പോൾ ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ട്, നട്ടെല്ലിനൊക്കെ തേയ്മാനം അങ്ങനെയൊക്കെ ഉണ്ട്. രണ്ടും നമ്മൾ 3-4 പ്രാവശ്യം എഴുതി കൊടുത്തു, അത് തള്ളിക്കളഞ്ഞു. പിന്നെ സാറ് ഒരു നവകേരള സദസ് എന്നും പറഞ്ഞ് ആര്യനാട് വെച്ച് സാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ വീണ്ടും മോളെ വിട്ട് പരാതി കൊടുത്തു. അപ്പോഴും പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് അത് കിട്ടൂല, അപ്പോഴും എന്നെ വലിച്ചീറി കളയുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഒരാഴ്ചയായപ്പോൾ അതിന് മറുപടി വന്ന് പിന്നെ പഞ്ചായത്തിൽ നിന്ന് വിഒ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് അത് ശരിയായിട്ടുണ്ട്, നിങ്ങളെ പരാതി കൊടുത്ത് അത് നിങ്ങൾക്ക് അർഹതയുണ്ടെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മളെ പഞ്ചായത്ത് വിളിച്ച് ഞങ്ങൾക്ക് വീട് തന്നു. സാറ് തന്നെ വീണ്ടും വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഒരിക്കൽ അസുഖമായപ്പോഴും സാറിൻ്റെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ചെറിയൊരു തുക, വലുതല്ലെങ്കിലും ചെറുത്, അതും ഞങ്ങൾക്കൊരു ആശ്വാസമാണ്. ഞങ്ങൾ പറഞ്ഞാൽ വീണ്ടും ഈ സർക്കാർ തന്നെ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഞങ്ങൾക്ക് ഒത്തിരി പേർക്ക് വീട് അവിടെ വീട് ലഭിച്ചിട്ടുണ്ട് നമ്മളെ പഞ്ചായത്ത് തന്നെ, ശരിക്കും പേർക്ക്. അതുകൊണ്ട് സാറ് തന്നെ ഇന്നും വരണം, തുടർന്ന് സാറ് തന്നെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. ഞാനൊരു വീട്ടിന് 2020 തൊട്ട് അപേക്ഷിച്ചു. എനിക്കിപ്പോഴും വീട് കിട്ടി. എനിക്ക് വളരെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ ഒരു മകനുണ്ട്, അവന് വേറെ വീടില്ലായിരുന്നു. ഒരു ഷീറ്റിട്ട വീടായിരുന്നു. അത് മാഡം വന്നപ്പോഴും നനഞ്ഞു കിടക്കുന്നത് കണ്ട് ഉടൻ തന്നെ അതിനെ സാക്ഷനാക്കി എനിക്ക് വീട് കിട്ടി. ഈ ഭരണം തന്നെ വീണ്ടും സന്തോഷം തോന്നുന്നു. നല്ല പ്രവർത്തനങ്ങളാണ്, രീതിയിലുള്ള ഇതാണ്. സന്തോഷം തന്നെ. സന്തോഷം തോന്നുന്നു. വാടകയ്ക്ക് കിടന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീട് കിട്ടി, നല്ല ഇതായത്. ഇപ്പൊ ഒരു വർഷമായി 17-ാം തീയതി എങ്ങാണ്ടാണ് നമുക്ക് വസ്തു കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് വീട് കിട്ടി. നമുക്ക് ഈ പറഞ്ഞ കണക്കല്ല, നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്തതാണ്
വീടും ആ വസ്തുവും ദൈവാനുഗ്രഹമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് വേറും വാക്കല്ല. മറ്റുള്ളവർ പറയുന്ന കണക്കല്ല, ആരെയും പുകഴ്ത്തുന്നതുമല്ല. നമ്മളെ കണക്ക് നിവർത്തി ഇല്ലാത്തവർക്ക് ഒരു സെന്റ് മണ്ണും അതിനോടൊരു നമ്മൾ തെറ്റക്കുടിലാണ് കിടന്നത്. നല്ല സൈനിക ഇന്ന് നമ്മള് കൊട്ടാരത്തിൽ കിടക്കും പോലെയാണ് നമ്മുടെ ഇന്നത്തെ കിടത്തയും ജീവിതം. അപ്പൊ നന്മ തന്നെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കേരളത്തിൽ 5 ലക്ഷം വീടുകൾ പണി ആ ആ ആ ചേട്ടന്റെ ആ ഉണ്ട് ഉണ്ട് എന്ത് തോന്നുന്നു? നല്ലത് തോന്നുന്നു. നല്ല പരിപാടിയാണ്. സന്തോഷായോ? സന്തോഷമായി. എനിക്ക് ഇത് കിട്ടിയതിന് വലിയ സന്തോഷം. എൻ്റെ കുടുംബത്തിനും തന്നതിനും എല്ലാത്തിനും ദൈവത്തിനും മന്ത്രിക്കും നന്ദി പറയുന്നു. ലൈഫില് വീട് കിട്ടി, വളരെ സന്തോഷം. ഇനിയും നമ്മുടെ ക്യാപ്റ്റൻ മൂന്നാമത്തേൽ ക്യാപ്റ്റൻ തന്നെ വരും ഉറപ്പായിട്ടും. എനിക്ക് ലൈഫ് പദ്ധതിയുടെ വീട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കിട്ടി. അത് ഏതാണ്ട് പൂർത്തീകരിച്ച് വരുന്നുണ്ട്. വളരെ സന്തോഷം. നല്ല ഭരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈഫിൽ വീട് കിട്ടിയതാണ്. എന്താ തോന്നുന്നത് ഇപ്പൊ? ഇപ്പം പൂർത്തീകരിച്ചു. ലൈഫിൽ വീട് കിട്ടിയോ? ലൈഫില് വീട് കിട്ടിയതാണ്. നമുക്കൊരു പാർപ്പിടം കിട്ടുന്നതിന് സന്തോഷമേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. ഇത് വലിയ സന്തോഷമാണ്. ഇവിടെ വരാൻ പറ്റിയതിന്, ഇത്രയും സംസാരിക്കാൻ പറ്റിയതിന്, ഇത് പറയാൻ പറ്റിയതിന് വളരെ വളരെ സന്തോഷം. സർക്കാരിനോട് നന്ദി. അതിന് സന്തോഷം. നമുക്ക് ഒരു ഷെട്ടടിച്ചാണ് നമ്മൾ കിടന്നത്. ആ സമയത്താണ് വീട്ടിന് കിട്ടിയ സന്തോഷം. ഭർത്താവ് മരിച്ച് എനിക്ക് 2 മക്കളായിട്ടുണ്ട് കിടക്കാൻ ഒരു ലൈഫ് പദ്ധതിയുടെ വീട് കിട്ടിയായിരുന്നു. സന്തോഷം തന്നെ. വീട് കിട്ടുന്നതിന് നമ്മളൊരു ഷീറ്റ് വീട്ടിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അത് ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വീടിന് അപേക്ഷ കൊടുത്തപ്പോൾ അത് 2 പ്രാവശ്യം റദ്ദായി പോയാലും പിന്നെ കളക്ടർ ഓഫീസ് പോയാണ് വീട് വാങ്ങിച്ചത്. നല്ല തന്നെയാണ്. ഇത് പത്തോലോട് കുറച്ചത് കുഴപ്പമില്ല, നല്ലതായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. വരുമെങ്കിൽ അത് നല്ലത് തന്നെ. എനിക്ക് ലൈഫിന്റെ വീട് കിട്ടി. ലൈഫിന്റെ വീട് കിട്ടിയിട്ട് ഇപ്പം 5 വർഷമായി. പിന്നെ ഞാൻ ആദ്യം കിടന്നത് ഒരു കുടിലായിരുന്നു. എനിക്ക് 3 മക്കളുണ്ട്. പിന്നെ എനിക്ക് പഞ്ചായത്തിൻ്റെതായിട്ട് ഒരു വീട് കിട്ടിയിട്ടുണ്ട്, ഒരു കിണർ, പിന്നെ ഒരു ഹരിതകർമ്മസേന ജോലി. നമുക്ക് കുഴപ്പമില്ല, സാമാന്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഒരുപാട് സാധാരണക്കാർ നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് ഒരുപാട് പേർക്ക് ജോലി എന്ന നിലയിലായിരുന്നാലും എല്ലാ രീതിയിലും നമുക്ക് ഇപ്പം മെച്ചപ്പെട്ട് പോകാൻ കഴിയുന്നുണ്ട്. ആവുമ്പം പാലയാച്ചാണ് കയറി കിടക്കാതെ എല്ലാവർക്കും നമുക്ക് പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പ്രവർത്തനങ്ങൾ നല്ലതാണ്, വളരെ നല്ലതെന്ന് പറഞ്ഞാൽ വളരെ നല്ലത്. തിരിച്ചു വരണം. അതാണ് നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, തിരിച്ചു വരണം എന്നുള്ളത് തന്നെ. എന്നാലേ ഇനിയും കുറച്ച് പേർക്കും കൂടെ വീടുകളും കിട്ടാനും ഒക്കെ ഉണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും വരണം. ലൈഫിൽ വീടുള്ള ഒരുപാട് പേരുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. കുറച്ച് ആൾക്കാര് ലൈഫിൽ വീട് സ്ഥലം കിട്ടിയായിരുന്നു. 2022 21 കൊടുത്ത് 22 സാങ്ഷനായി. ഇപ്പം വീട് വച്ചു. അടുത്ത മാസം പാല് കാച്ചു എന്നുള്ള ഇതിൽ ഇരിക്കുന്നു. സന്തോഷമാണ്. ഈ സർക്കാർ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ഞങ്ങൾ താമസിക്കുന്നിടത്ത് 50 പേർക്ക് അവിടെ 50 സെന്റ് സ്ഥലം 14 പേർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ എല്ലാവരും വീടുമായി 7-8 പേര് കെട്ടി പൂർത്തിയാക്കി. അടുത്ത മാസം തന്നെ മിക്കവാറും ഒരു 10-15 പേര് താമസത്തിനോട്ട് തുടങ്ങും.